നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. പാലക്കുന്ന് താമരവെള്ളച്ചാൽ SC കോളനിയിൽ നിർമ്മിച്ച താമരവെള്ളച്ചാൽ കമ്മ്യൂണിറ്റി ഹാൾ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. ISO അംഗീകാരം ലഭിച്ച മണ്ണുത്തി പോലീസ് സ്റ്റേഷനിൽ മണ്ണുത്തി അഗ്രിസിറ്റി ലയൺസ് ക്ലബിന്റെ സേവനത്തിന്റെ ഭാഗമായി ഫർണിച്ചറുകൾ കൈമാറി. വെട്ടുകാട് ജനോദയ കലാസമിതി വായനശാലയുടെയും പുത്തൂർ കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ വായന പക്ഷാചരണ സമാപനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. മണ്ണുത്തി പുലരി വായനാ മാസം സമാപന ചടങ്ങിൽ CR ദാസന്റെ ബാലകവിതകൾ പുസ്തകം ഡോക്ടർ ശ്രീലത വർമ്മ പ്രകാശനം ചെയ്തു. വാർത്തകൾ വിശദമായി. പാലക്കുന്ന് താമരവെള്ളച്ചാൽ SC കോളനിയിൽ നിർമ്മിച്ച കമ്മ്യൂണിറ്റി ഹാൾ റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിന്റെ CSR ഫണ്ടായ 37 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിച്ചത്. സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്തിനായിരുന്നു നിർമ്മാണ ചുമതല. ചടങ്ങിൽ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP. രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR. രവി മുഖ്യാതിഥിയായി. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ അജിത മോഹൻദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മിനി സാബു, വാർഡ് വികസന സമിതി കൺവീനർ ബിജു ജോൺ, ഊരുമൂപ്പൻ TC വാസു, പാലക്കുന്ന് SC കൂട്ടായ്മ സെക്രട്ടറി PK. ഹരികുമാർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ISO അംഗീകാരം ലഭിച്ച മണ്ണുത്തി പോലീസ് സ്റ്റേഷന് മണ്ണുത്തി അഗ്രിസിറ്റി ലയൺസ് ക്ലബ്ബ് സേവനത്തിന്റെ ഭാഗമായി ഫർണിച്ചറുകൾ കൈമാറി. മണ്ണുത്തി SHO സജീഷ് ഫർണിച്ചറുകൾ ഏറ്റുവാങ്ങി. ക്ലബ്ബ് ഭാരവാഹികളായ പ്രശാന്ത് മേനോൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് പത്മകുമാർ അധ്യക്ഷത വഹിച്ചു. സ്റ്റേഷൻ PRO ജോമോൻ, SIമാർ, ക്ലബ്ബ് സെക്രട്ടറി ജേക്കബ് നെറ്റോ, CO വിൽസൺ, AA റോയ്, അനിൽ തട്ടിൽ, NV നെൽസൺ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. എങ്ങനെയാണ് ലയൺസ് ക്ലബിന്റെ ഒരു സ്കീം ഓഫ് തിങ്സിൽ ഫ്രെയിംവർക്കിൽ വരുന്നതെന്നൊക്കെ ഉള്ളത് സംസാരിച്ചപ്പോൾ സാധാരണ ഏതൊരു മേഖലയിലും അവിടെ ഒരു വികസനം വരണമെങ്കിൽ മാറ്റം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന സാമൂഹികമായിട്ട് വർക്ക് ചെയ്യുന്ന സംവിധാനങ്ങളിലൂടെ മാത്രമേ അത് വരികയുണ്ടാവുള്ളൂ. പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സമൂഹത്തിന്റെ പരിശോധന തന്നെയാണ്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വരുന്ന മാറ്റങ്ങൾ തീർച്ചയായിട്ടും ആ സമൂഹത്തിന് എന്തായാലും മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രോജക്റ്റിനോടൊപ്പവും അല്ലെങ്കിൽ അതിന് മേളിലോട്ടും ഇതിന്റെ ഇമ്പാക്ട് ഉണ്ടാവും എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഇങ്ങനെ ഒരു സംരംഭത്തിന് നിങ്ങളുടെ കൂടെ ചേരാമെന്ന് തീരുമാനിക്കുകയും ചെയ്തത്. സ്റ്റേഷനിൽ നവീകരണപ്പെട്ട് സ്റ്റേഷനിലെ പോലീസുകാർ എല്ലാവരും തന്നെ അവരുടെ ശമ്പളത്തിന് ചെറിയ ഭാഗം എടുത്തു. അതേപോലെ തന്നെ നിങ്ങളെപ്പോലുള്ള നല്ല വ്യക്തികളുടെ സഹായം ഇതിലൂടെയാണ് ഞങ്ങളുടെ ഈ ഒരു കൃഷി ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. ഈ സ്റ്റേഷൻ നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ ക്ലബിൻ്റെ ലയൺസ് ക്ലബിൻ്റെ നിങ്ങളുടെ ലക്ഷ്യം സ്റ്റേഷൻ നവീകരിക്കുക ഇത്തരത്തിലുള്ള ലക്ഷ്യങ്ങളല്ല എന്ന് എനിക്ക് തോന്നുന്നത്. സാധാരണക്കാർക്ക് സഹായമാവുക, രോഗാവസ്ഥയുള്ളവർക്ക് സഹായമാവുക, ഇവർക്ക് എല്ലാവർക്കും സഹായമാകുന്ന ടീമാണെൻ്റെ മണ്ണുത്തി പോലീസ്. ആ ഒരു കാര്യം എൻ്റെ പൂർവികരെ, എനിക്ക് മുന്നേ ഇവിടെ വന്നു പോയ CIമാരെ, എനിക്ക് മുന്നേ ഇവിടെ വന്നു പോയ പോലീസുകാരെ, അവരൊക്കെ ഈ നാട്ടിന് നല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവാം. ആ നല്ല കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടാവാം ഈ ഒരു ആവശ്യമായി ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വന്നപ്പോൾ നിങ്ങളത് തട്ടിക്കളയാതെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. വെട്ടുകാട് ജനോദയ കലാസമിതി വായനശാലയും പുത്തൂർ കുടുംബശ്രീയും സംയുക്തമായി വായന പക്ഷാചരണ സമാപനവും IV ദാസ് അനുസ്മരണവും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. വെട്ടുകാട് കുടുംബശ്രീ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സിനി പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ പുതുതലമുറ നേരിടുന്ന ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങളെപ്പറ്റിയും ലഹരി ഉപയോഗത്തിൽ നിന്ന് എങ്ങനെ പുതുതലമുറയെ പിന്തിരിപ്പിക്കാമെന്നും ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് നേരിട്ടേക്കാവുന്ന നിയമ നടപടികൾ എന്തെല്ലാം തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനായി റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനായ NG സുബ്രതകുമാർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. കുടുംബശ്രീ ചെയർപേഴ്സൺ
സതി പുഷ്പാകരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് മെമ്പർ ജിനോ TC, വായനശാല പ്രസിഡന്റ് KN ശിവൻ, സെക്രട്ടറി ജോസഫ് PM, മുൻ പഞ്ചായത്ത് അംഗം വസന്തകുമാരി സുഗതൻ തുടങ്ങിയവർ സംസാരിച്ചു. IV ദാസൻ മാഷ് എന്ന് പറഞ്ഞാൽ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ സെക്രട്ടറി ആയിരുന്നു. നമ്മൾ ഇന്ന് കാണുന്ന ഈ അവസ്ഥയിലേക്ക് നമ്മളെ എത്തിച്ചതിൽ, നമ്മുടെ ഈ സാമൂഹ്യ സാംസ്കാരിക രംഗത്തേക്ക് നമ്മൾക്ക് എത്തിച്ചതിൽ, നമുക്കിങ്ങനെ നടക്കുവാനും ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള ഒരിടമുണ്ടാക്കി തന്നതിൽ വായനശാല പ്രസ്ഥാനങ്ങൾക്ക് ഏറെ പങ്കുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഇരിക്കുമ്പോൾ ലഹരി വിമുക്ത ക്ലാസ് വരും. അതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. അപ്പം എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ വായനശാലയിൽ പോകുന്ന ഒരാളായിരുന്നു. ഇവിടെ കാണുന്ന പുസ്തകങ്ങളെല്ലാം വായിക്കുന്നു, കൂട്ടുകാരെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ നിന്ന് കിട്ടുന്ന ഒരുപാട് അറിവുകൾ, നമ്മൾ ചിന്തിക്കാനും പ്രവർത്തിക്കുവാനുമുള്ള ഒരുപാട് അനുഭവങ്ങളാണ് നമുക്ക് വായനശാലയിൽ നിന്ന് കിട്ടുന്നത്. വായിക്കുമ്പോൾ നമ്മൾ വ്യത്യസ്തമായ ലോകത്തിലൂടെയാണ് പോകുന്നത്. നമ്മളൊന്നും വായിക്കാതെ ഒന്നും ശ്രദ്ധിക്കാതെ ഇരുന്നാൽ നമുക്ക് ഒരു ജന്മം മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ അനേകം പുസ്തകങ്ങൾ വായിക്കുമ്പോൾ 1000 ജന്മങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നത്. പലരുടെയും അനുഭവങ്ങളിലൂടെ അതിലൂടെ ജീവിക്കുകയായിരിക്കും നമ്മൾ ചെയ്യുക. പുസ്തകം. എൻ്റെ പേര് സുബ്രതകുമാർ. ഞാൻ തൃശ്ശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡ്, അതുപോലെ ഷാഡോ പോലീസിൻ്റെ കമ്മീഷണർ. അതായത് കുന്നോളം, ചാവക്കാട്, പഴയന്നൂര്, വടക്കേക്കാട്, കൊല്ലൂർ, ഈ ഭാഗങ്ങളിലൊക്കെ ഉള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലും ഞങ്ങൾക്ക് ലഹരി വിരുദ്ധ സ്ക്വാഡുണ്ട്. അപ്പോൾ ലഹരി ഉപയോഗിക്കുന്നവരും മയക്കുമരുന്ന് കടത്തുന്നവരൊക്കെ പിടിക്കാൻ വേണ്ടി നിയോഗിച്ചിട്ടുള്ള സ്ക്വാഡിൻ്റെ ഹെഡായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ സർവീസ് 30 വർഷത്തെ സർവീസിൻ്റെ അടുത്ത് കഴിഞ്ഞ മാസമാണ് എൻ്റെ കഴിഞ്ഞത്. ഏകദേശം ഞാനിവിടെ നിന്ന് എൻ്റെ ടീം ഒരു 800 കിലോ കഞ്ചാവും, അതുപോലെ 1 കിലോയ്ക്ക് മുകളിൽ MDMA, ഒരു 7 കിലോ ഹാഷിഷ് ഓയിൽ, പിന്നെ ചരസ്, LSD, ആംബുലൻസ്, ഇഷ്ടംപോലെ പിടിക്കാൻ സാധിച്ചു. അതിനുപരി ഒരു വിശ്വസിക്കില്ല 2000 പരം വിദ്യാർത്ഥികളെ, 2000 പരം ആൾക്കാരല്ല, 2000 പരം വിദ്യാർത്ഥികളെ മയക്കുമരുന്നായിട്ട് പിടിക്കുന്നു. ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി GG ജോർജ് ഉമ്പാവുവിന്റെ സംസ്കാരം ലൂർദ് കത്തീഡ്രൽ ചർച്ചിൽ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ നടന്നു. തൃശൂരിന്റെ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ സജീവ സാന്നിധ്യമായിരുന്ന GGയുടെ മരണം 61-ാം വയസ്സിലായിരുന്നു. നിരവധി സംഘടനകളുടെ ഭാരവാഹിത്വം വഹിച്ച GGക്ക് വലിയൊരു സുഹൃത്ത് വലയം തന്നെ ഉണ്ടായിരുന്നു. എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിൽ നെഞ്ചുവേദനയെ തുടർന്ന് പ്രവേശിപ്പിച്ച അദ്ദേഹം ബുധനാഴ്ച പുലർച്ചെ അന്തരിച്ചു. സംസ്കാരം ഉച്ചകഴിഞ്ഞ് 3:30 ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. ബിഷപ്പ് മാർ ടോണി നിലങ്കാവൽ എന്നിവർക്കൊപ്പം നിരവധി വൈദികരും സന്നിസ്ഥരും പങ്കെടുത്തു. GG പറവട്ടാനിയിൽ വ്യാപാരിയായിരുന്നു. ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പ്രധാന ചുമതലക്കാരൻ എന്ന നിലയിൽ നിരവധി സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിരവധി വർഷങ്ങളായി എണ്ണിയാൽ ഒടുങ്ങാത്ത സേവനങ്ങൾ നൽകി വന്നിരുന്നു. GG ജോർജ് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ സെക്രട്ടറിയായ ശേഷമാണ് ആദ്യമായി 75 വയസ്സ് കഴിഞ്ഞ വ്യാപാരികളെ ആദരിക്കുന്ന ചടങ്ങ് സംഘടിപ്പിച്ചത്. ചേംബറിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ മന്ത്രി K രാജനാണ് മുതിർന്ന വ്യാപാരികളെ ആദരിച്ചത്. തൃശൂരിൽ ആദ്യമായി നടത്തിയ രാപ്പകൽ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ മുഖ്യ സംഘാടകൻ കൂടിയായിരുന്നു GG ജോർജ്. തൃശൂർ ലൂർദ്പുരം ഉമ്പാവു ജോർജിന്റെയും ശാന്തയുടെയും മകനാണ്. ഷോണിയാണ് ഭാര്യ. കാതറിൻ, ഗ്രേഷ്യസ്, കരോളിൻ എന്നിവരാണ് മക്കൾ. മന്ത്രി K രാജൻ അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചു. GG ജോർജിന്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിന്റെ കണ്ണുകൾ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിന് ദാനമായി നൽകി മാതൃകയായി. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ മണ്ണുത്തി ഏരിയ കമ്മിറ്റി സായാഹ്ന ധർണ നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം ശ്യാം തയ്യിൽ ഉദ്ഘാടനം ചെയ്തു. MV ശശികുമാർ അധ്യക്ഷനായി. KV ജോണി, ഉഷാമോഹൻ, ജയ, അജീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. NR സന്തോഷ് കുമാർ സ്വാഗതവും KV ജോണി നന്ദിയും പറഞ്ഞു. കൊണ്ടുപോകാൻ വേണ്ടി മുന്നോട്ട് വരണമെന്ന്. അങ്ങനെ ആ കോവിഡ് കാലത്ത് നമ്മുടെ ക്ഷേമനിധി ബോർഡിൽ അംഗമായിരുന്ന ആളുകൾക്ക് 2 തവണയായി 2000 രൂപ മുഖ്യമന്ത്രി നൽകുകയുണ്ടായി, ആശ്വാസ നിധിയായി നൽകുകയുണ്ടായി. അങ്ങനെയൊക്കെ തികച്ചും കോടതിയും അതുപോലെ തന്നെ ഗവൺമെന്റുകളും അംഗീകരിച്ചു കൊണ്ടുവന്നൊരു സംവിധാനമാണ് നമ്മുടെ വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ. വഴിയോര കച്ചവട തൊഴിലാളികൾ എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാനത് സൂചിപ്പിച്ചത്. അപ്പോൾ ഇവിടെയൊക്കെ ചില ആളുകളുടെ ധാരണ എന്താ, ഈ വഴിയിൽ കച്ചവടം ചെയ്യുന്നവർ മോശക്കാർ, അകത്ത് കച്ചവടം ചെയ്യുന്ന ഞങ്ങൾ മാന്യന്മാരെന്ന്.
നമുക്കൊരു ഒറ്റ കാര്യം, സഖാബ് ജോണി ചേട്ടനെ കൂടി ഇരിപ്പുണ്ട്, അവർക്കൊക്കെ വ്യക്തമായി അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ഓരോ ചെറിയ ചെറിയ ഇതുപോലുള്ള സെന്ററുകളിലും, ഇപ്പം മണ്ണുത്തി ആവട്ടെ, നടത്തയാവട്ടെ, അല്ലെങ്കിൽ പൂങ്കുന്നാവട്ടെ. മണ്ണുത്തി പുലരി വായന മാസം സമാപന ചടങ്ങിൽ CR ദാസിന്റെ 111 ബാലകവിതകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഡോക്ടർ ശ്രീലത വർമ്മ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് E. നാരായണി അധ്യക്ഷത വഹിച്ചു. ഓസ്റ്റിൻ അജിത് പുസ്തകത്തിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. ബാലചന്ദ്രൻ ഇഷാര, ജോയ് എബ്രഹാം, ഷൈനി കുട്ടി, അജിത് വർഗീസ്, ഡോക്ടർ സത്താർ എന്നിവർ സംസാരിച്ചു. സത്യനാഥ്, കോലഴി നാരായണൻ, രഞ്ജിനി, ഡോക്ടർ ശ്രീകുമാർ, നമിത, ലളിതാംബിക, വി. മുരളി, ലിസി ജോസഫ്, VN മുരളി എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു. CR ദാസ് മറുപടി പ്രസംഗം നടത്തി. പുലരി കൂട്ടുകാരുടെ കലാപരിപാടികളും ലഘുഭക്ഷണവും ഉണ്ടായി. ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവരെല്ലാം ചേർന്നിട്ടുള്ള ഈ ഒരു സന്ദർഭം, ഇതിൽ വായന മാസ സമാപനവും അതുപോലെ തന്നെ മാഷയുടെ 111 പ്രിയപ്പെട്ട ബാലകവിതകളുടെ പ്രകാശനവുമാണ്. വാസ്തവത്തിൽ ഈ ബാലകവിതകൾ നമുക്കറിയാം ഏറ്റവും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സാഹിത്യമാണ് ബാലസാഹിത്യം എന്ന് പറയുന്നത്. ബാക്കിയുള്ള സാഹിത്യം അങ്ങനെ അല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. എങ്കിലും ഇതിന് വായനക്കാരായിട്ടുള്ള കുട്ടികളെ അവരുടെ മനസ്സിലേക്ക് ഒരുവിധ കളങ്കവും കടന്നു ചെല്ലാത്ത രീതിയിൽ, ഒരു വിധത്തിലുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്തയും കടന്നു ചെല്ലാത്ത രീതിയിൽ വേണം ബാലസാഹിത്യകാരൻ എപ്പോഴും എഴുതേണ്ടത്. നമ്മുടെ മഹാസാഹിത്യകാരന്മാരൊക്കെ വളരെ മികച്ച ബാലകവിതകൾ എഴുതിയിട്ടുള്ളവരാണ്. കുമാരനാശാനും ഉള്ളൂരും വൈലോപ്പിള്ളി മാഷും ജി ശങ്കരക്കുറുപ്പും എല്ലാവരും വളരെ നമ്മുടെ മനസ്സിനെ ഉലയ്ക്കുന്ന, എന്നും മനസ്സിൽ മായാതെ നിൽക്കുന്ന ബാലകവിതകൾ എഴുതിയിട്ടുള്ളവരാണ്. മുതിർന്നാലും മനസ്സിലെപ്പോഴും ഒരു കുട്ടി ഉണ്ടായിരിക്കുമല്ലോ മനുഷ്യൻ. എത്ര മുതിർന്നാലും നമുക്ക് മനസ്സിലൊരു കുട്ടി ഉണ്ടായിരിക്കും. കുട്ടിയുടെ നിഷ്കളങ്കത, കൗതുകം, ഇതൊക്കെ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് നമ്മൾ. ഫോട്ടോയിൽ കാണുന്ന ഊരും പേരും അറിയാത്ത ഏകദേശം 59 വയസ്സ് പ്രായം തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹം ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പനംകുറ്റിച്ചിറക്കുളത്തിൽ 3/7/2024 തീയതി കാലത്ത് 9:30 കാണപ്പെട്ടു. തൃശൂർ ജനറൽ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജിലും എത്തിച്ച മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചു വരുന്നു. എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അറിയിക്കുവാൻ താൽപ്പര്യപ്പെടുന്നു. ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ 0487 245 9420. ഇൻസ്പെക്ടർ ഓഫ് പോലീസ് 9497 98 7132. സബ് ഇൻസ്പെക്ടർ 9497 98 0552. എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ഈ നമ്പറുകളിൽ വിവരം അറിയിക്കുക. ഇടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ് ഓർത്തോ, ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു.
ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. അതെ, അവര് തിരിച്ചു മറിച്ചും ഒക്കെ ചോദിക്കും. പക്ഷെ നമ്മളെ വിട്ട് ഒന്നും പറയാൻ പോരുത്. അല്ലച്ചാ, സ്വർണം വാങ്ങാൻ പോയതാന്ന് പറഞ്ഞ എന്താ കുഴപ്പം? മോളെ, അന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്ന് ഹോൾസെയിൽ വിലയിൽ കിട്ടിയോണ്ടാണല്ലോ നമുക്ക് ഇത്രയും സ്വർണം വാങ്ങാൻ പറ്റിയത്. ഈ രഹസ്യം ഇപ്പൊ അങ്ങനെ ആരും അറിഞ്ഞു ചോദിക്കണ്ട. ആഹാ, ഒരു രഹസ്യം പറയാനുണ്ട്. കല്യാണത്തിനുള്ള ആഭരണങ്ങള് നല്ല ലാഭത്തിൽ വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്, തൃശ്ശൂരിലെ അന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആഭരണങ്ങൾ അഭിമാനത്തോടെ അന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പുറകുവശം, എരിഞ്ഞേരിയങ്ങാടി, തൃശൂർ. വാർത്തകളിലേക്ക്. ഒല്ലൂരിലെയും മണ്ണുത്തിയിലെയും മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ ഒല്ലൂർ പ്രസ് ക്ലബിന്റെ വാർഷിക പൊതുയോഗത്തിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി സുരേഷ് എടക്കുന്നിയെയും സെക്രട്ടറിയായി KR ഔസേഫിനെയും ട്രഷററായി ജാക്സൺ ജോസിനെയും തെരഞ്ഞെടുത്തു. ശ്രീജിത്ത് പുളിങ്കുഴിയെ വൈസ് പ്രസിഡന്റായും CF ജെയിംസിനെ ജോയിന്റ് സെക്രട്ടറിയായും P പ്രദീപ് കുമാർ, KM ഗോപാൽ എന്നിവരെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായും തെരഞ്ഞെടുത്തു. കുടിവെള്ളം മുട്ടിപ്പോകുന്ന അവസ്ഥ സംജാതമായിട്ടും ജലവിതരണ വകുപ്പും കരാറുകാരനും തമ്മിലുള്ള നീരസം രൂക്ഷമാകുന്നു. പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ യോജന പദ്ധതിയിൽ തെക്കുംകര പഞ്ചായത്തിലെ പുന്നമ്പറമ്പ് മുതൽ ചെന്നിക്കര വരെയുള്ള റോഡ് നവീകരണ പ്രക്രിയകൾ നടക്കുന്ന വേളയിൽ റോഡിൽ വെള്ളം കാണപ്പെടുകയും അത് പരിശോധിച്ചപ്പോൾ അടിയിൽ കൂടി പോകുന്ന പൈപ്പ് പൊട്ടിപ്പോയ വിഷയമാണ് സങ്കീർണമായത്. ഇവർ തമ്മിലുള്ള മേൽക്കോയ്മയുടെ അനന്തരഫലം അനുഭവിക്കുന്നത് വീരോലിപ്പാടം മുതൽ ചെന്നിക്കര വരെയുള്ള 200ഓളം കുടുംബങ്ങളാണ്. മറ്റിടങ്ങൾ താണ്ടി വേണം കുടിവെള്ളം കൊണ്ടുവരാൻ. കരാറുകാരൻ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്ന് പറയുന്നു. ഒടുവിൽ നഷ്ടപരിഹാരമായി ജലവിതരണ അതോറിറ്റി 50,000 രൂപ നൽകുമെന്ന് പറഞ്ഞെങ്കിലും അതും ചെവി കൊണ്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. റോഡ് നവീകരണ പ്രവൃത്തികൾ നടക്കുന്ന വേളയിൽ ഒട്ടേറെ പ്രയാസങ്ങൾ നാട്ടുകാർ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും വികസനത്തിനല്ലേ എന്ന ഉത്തരം അവരെ ശാന്തരാക്കിയിരുന്നു. കുടിവെള്ളം മുട്ടിച്ചാൽ വഴിതടയൽ വരെയുള്ള സമരമുറകൾ സ്വീകരിക്കുമെന്നും നാട്ടുകാർ പറയുന്നു. അതിനിടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പോകുന്ന ഭാഗമായ പഴയന്നൂർ പാടത്തുണ്ടായ വലിയ ഗർത്തം അപകട ഭീഷണിയുണ്ടാക്കുന്നു. ഏകോപനമില്ലായ്മയാണ് എല്ലാറ്റിന്റെയും കാരണമെന്നും നാട്ടുകാർ ആരോപിച്ചു. ടീമോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നമ്മളെ വട്ടം ചുറ്റിക്കും. ജനങ്ങൾ ശരിക്കും ബുദ്ധിമുട്ടുണ്ട്. വെള്ളമില്ലാണ്ട് ഇവിടുന്നൊക്കെ വീട്ടിൽ പിള്ളേരടക്കം പഠിക്കാൻ പോണ പിള്ളേരുണ്ട്. രാവിലെ സ്കൂളിൽ പോകണം, അവർ കുളിക്കണം. അതുപോലെ കുറേ ആവശ്യം വെള്ളമില്ലാത്തതിൻ്റെ അവസ്ഥ അറിയാലോ. ചിലർക്ക് ഈ ഒരു വെള്ളത്തെ മാത്രം ആശ്രയിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒത്തിരി വീട്ടുകാരുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ കഷ്ടപ്പാട് വെള്ളം ചുമക്കാണ്. ഈ മഴക്കാലത്തും വെള്ളം ചുമക്കാന്ന് പറയുമ്പോൾ അത് എവിടെയെങ്കിലും ഉണ്ടോ? അപ്പോൾ എന്ന് പറയുന്നത് വാട്ടർ അതോറിറ്റി അവർ പറയണോ ഞങ്ങൾ 50,000 തരാൻ പറഞ്ഞു. ഇവർ പറഞ്ഞു 1.5 ലക്ഷം തരണം റോഡ് പണിക്കാർ. രണ്ടുപേരും തമ്മിലുള്ള ഒരു 10-12,000 രൂപ കൊടുത്തിട്ടാണ് കണക്ഷൻ എടുത്തിരിക്കുന്നത്. ഇതിൽ പെട്ടുപോണത് ഞങ്ങളാണ്. അതെ, 10,000 രൂപ ഓരോ ഞങ്ങളെ കരുതാണ് 10,000 രൂപ കണക്ഷൻ എടുത്തിട്ട് ഇടുന്നത്. 10,000-15,000 രൂപ എടുത്തിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഫ്രീ കണക്ഷൻ വന്നത്. ഫ്രീ കണക്ഷൻ വന്ന് കുറച്ച് നാൾ വെള്ളം കിട്ടി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ റോഡ് പണി വേണ്ട രീതിയിൽ ചെക്ക് ചെയ്യാതൊക്കെയാണ് ഒരു പൈപ്പ് വന്ന് ഇട്ടിരുന്നത്. ഇതൊക്കെ നമ്മളെ പൈപ്പും കൂടെ ഒന്നിച്ച് കൊണ്ടുവന്നിട്ട് നമ്മുടെ രീതിയിൽ ചെക്ക് ചെയ്തില്ല. പൈപ്പ് ക്വാളിറ്റി ഇല്ലാത്ത പൈപ്പായിട്ട് പുതിയ പൈപ്പ് ലൈൻ ഇട്ടിട്ടാണ്, പഴയ നല്ലത് പുതിയ ലൈൻ ഇട്ടിട്ടാണ് ഇങ്ങനെ ഉണ്ടായിരിക്കണേ. IHRDയുടെ കീഴിൽ തൃശൂർ വരടിയത്ത് പ്രവർത്തിക്കുന്ന ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2024 ജൂലൈ മാസത്തിൽ ആരംഭിക്കുന്ന ലൈബ്രറി സയൻസ് കോഴ്സുകളിലേക്ക് ഓൺലൈനിൽ അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത SSLC, DCA യോഗ്യത +2, PGDCA യോഗ്യത ഡിഗ്രി. താൽപ്പര്യമുള്ളവർ ജൂലൈ 10-നകം വരടിയം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 8547005022.
PN പണിക്കർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ മുല്ലശ്ശേരി പാടൂർ ടൈംസ് ഫാബ് സ്കൂളിൽ വായന മാസാചരണത്തിന്റെ ഭാഗമായി PN പണിക്കർ റീഡിംഗ് ക്ലബ്ബ് ആരംഭിച്ചു. പാഠ്യേതര വിഷയങ്ങളുടെ വായന പഠനത്തോടൊപ്പം നിത്യജീവിതത്തിന്റെ ഭാഗമായി ശീലിക്കേണ്ടതുണ്ടെന്നും എന്താണ് വായിക്കേണ്ടതെന്നും വിവേകപൂർവ്വം തിരഞ്ഞെടുക്കാൻ ഓരോ വിദ്യാർത്ഥിയും ശ്രദ്ധിക്കണമെന്നും ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത PN പണിക്കർ ഫൗണ്ടേഷൻ സെക്രട്ടറി KG ബാബുരാജ് പറഞ്ഞു. വായന മാസാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ കയ്യെഴുത്തു മാസികയുടെ പ്രകാശനവും ഭാരത് സേവക് സമാജ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി PV രാജുവിന് നൽകി KG ബാബുരാജ് നിർവഹിച്ചു. ഗ്രന്ഥശാല പ്രവർത്തകനും PN പണിക്കർ ഫൗണ്ടേഷൻ അയ്യന്തോൾ മേഖലാ ചെയർമാനുമായ രാമചന്ദ്രൻ പുതൂർക്കര മുഖ്യപ്രഭാഷണം നടത്തി. അനസ് BA, പ്രിൻസിപ്പാൾ ദീപ രഞ്ജിത്ത്, സബീന എന്നിവർ പ്രസംഗിച്ചു. തൃശൂർ രാമവർമ്മപുരം ഗവൺമെന്റ് ഹിന്ദി അധ്യാപക പരിശീലന കേന്ദ്രത്തിൽ ഹിന്ദി അധ്യാപക തസ്തികയിലുള്ള 2 ഒഴിവുകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നു. യോഗ്യത BA, MA, B.Ed ഹിന്ദി, KTech, കാറ്റഗറി 3, സെറ്റ്, MAd, MA എഡ്യൂക്കേഷൻ, PhD, MPhil ഉള്ളവർക്ക് മുൻഗണന. സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളുമായി ജൂലൈ 11 രാവിലെ 11 ഓഫീസിൽ ഹാജരാകണം. ഫോൺ നമ്പർ 0487 2332 340. പൊങ്ങണങ്കാട് ശ്രീനാരായണ സേവാ മന്ദിരം ശ്രീ ബാലമുരുകസ്വാമി ക്ഷേത്രത്തിലെ മാതൃസമിതി രൂപീകരണ ഉദ്ഘാടനം ശ്രീമദ് ദിവ്യാനന്ദഗിരി സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ആശ്രമം സെക്രട്ടറി ആത്മപ്രസാദ് സ്വാമികൾ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ മിഥുൻ തീയത്തുപറമ്പിൽ സ്വാഗതം പറഞ്ഞു. മാതൃസമിതി പ്രസിഡന്റ് GB ഷാജു, സെക്രട്ടറി രോഹിണി സജീവൻ, ശാന്ത അപ്പു, സുമ അശോകൻ, പ്രേമ സന്തോഷ്, ക്ഷേത്രം ചെയർമാൻ വിനീഷ് താണിക്കൽ എന്നിവർ സന്നിഹിതരായി. ഒരിടവേള കൂടി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487-237-4285. മൊബൈൽ 9061858682. വാർത്തകളിലേക്ക്. ഭാരതീയ ചികിത്സാ വകുപ്പ്, ഹോമിയോപ്പതി വകുപ്പ്, ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളിൽ യോഗ ഇൻസ്ട്രക്ടറെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. യോഗ്യത ഗവൺമെന്റ് അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള 1 വർഷത്തിൽ കുറയാത്ത യോഗ PG ഡിപ്ലോമ അല്ലെങ്കിൽ സർക്കാർ അംഗീകൃത യൂണിവേഴ്സിറ്റി, സർക്കാർ വകുപ്പ് എന്നിവയിൽ നിന്നുള്ള 1 വർഷത്തിൽ കുറയാത്ത യോഗ സർട്ടിഫിക്കറ്റ് കോഴ്സ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ യോഗ ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. പ്രായപരിധി 2024 ജൂലൈ 1 50 വയസ്സ് കവിയരുത്. ബയോഡാറ്റയും ഫോട്ടോയും അസൽ സർട്ടിഫിക്കറ്റുകളും ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖകളും ഇവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം രാമവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രിയിലുള്ള നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ ജൂലൈ 12 വൈകിട്ട് 5-നകം ലഭ്യമാക്കണം. ജൂലൈ 19 രാവിലെ 10 അഭിമുഖം നടത്തും. ഫോൺ നമ്പർ 0487 293 9190. വണ്ണുത്തി വെട്ടിക്കൽ ചിറപുറത്ത് ഉതുപ്പുമകൻ തോമസ് നിര്യാതനായി. 78 വയസ്സായിരുന്നു. 8 തിങ്കളാഴ്ച ഭൗതിക ശരീരം സ്വഭവനത്തിൽ കൊണ്ടുവരും. അന്ന് രാത്രി കോട്ടയത്തേക്ക് കൊണ്ടുപോവുകയും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് കോട്ടയം തോട്ടക്കാട് മാർ അപ്രൈം സിറിയൻ ഓർത്തഡോക്സ് പള്ളിയിൽ സംസ്കരിക്കും. പുത്തൂർ നമ്പ്യാർ റോഡ് കുറ്റിയിൽ സുബോധരൻ മകൻ സുജിത്ത് നിര്യാതനായി. 40 വയസ്സായിരുന്നു. സംസ്കാരം
8-ന് തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് വടൂക്കര ശ്മശാനത്തിൽ നടക്കും. മാടക്കത്തറ കണ്ണൻപറമ്പിൽ രാധാകൃഷ്ണന്റെ മകൻ അരുൺ നിര്യാതനായി. 40 വയസ്സായിരുന്നു. സംസ്കാരം 7-ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് ചെറുതുരുത്തി പുണ്യതീരത്ത് നടന്നു. വാർത്തകൾക്ക് ശേഷം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം നിർവഹിച്ച മണ്ണുത്തി ധനലക്ഷ്മി ബാങ്ക് ശാഖയുടെ ഉദ്ഘാടന ചടങ്ങുകൾ കാണാം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കുന്ന് താമരവെള്ളച്ചാൽ SC കോളനിയിൽ നിർമ്മിച്ച താമരവെള്ളച്ചാൽ കമ്മ്യൂണിറ്റി ഹാൾ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ISO അംഗീകാരം ലഭിച്ച മണ്ണുത്തി പോലീസ് സ്റ്റേഷനിൽ മണ്ണുത്തി അഗ്രിസിറ്റി ലയൺസ് ക്ലബിന്റെ സേവനത്തിന്റെ ഭാഗമായി ഫർണിച്ചറുകൾ കൈമാറി. വെട്ടുകാട് ജനോദയ കലാസമിതി വായനശാലയുടെയും പുത്തൂർ കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ വായന പക്ഷാചരണ സമാപനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. മണ്ണുത്തി പുലരി വായനാ മാസം സമാപന ചടങ്ങിൽ CR ദാസന്റെ ബാലകവിതകൾ പുസ്തകം ഡോക്ടർ ശ്രീലത വർമ്മ പ്രകാശനം ചെയ്തു. ഇതോടുകൂടി വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.